കളിക്കുന്ന കുഞ്ഞിപ്പോഴും തുള്ളി കളിക്കണം കുഞ്ഞിപ്പോഴും. എന്തേ അയ്യോ ഇതൊന്നും എന്താ ടേസ്റ്റ് ഇല്ലേ, നല്ല മസി. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ പുറത്ത് നല്ല 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 മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കിടുക്കാഴ്ച മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും രാവിലെ മുതലേ മഴ തന്നെയാണ്. സ്കൂൾ വിടുന്ന സമയത്തല്ല മഴ. അതെ അതെ, പിള്ളേരെ ബുദ്ധിമുട്ടിക്കണ്ടേ. അപ്പോൾ അതാ കൊച്ചപ്പ എത്തിയതേയില്ലൂ കേട്ടോ. എനിക്ക് അറിയില്ല. തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പോഴും തുള്ളി കളിക്കണം കുഞ്ഞിപ്പോഴും തുള്ളി കളിക്കണം കുഞ്ഞി. അപ്പല്ലേ അപ്പോൾ ഇന്നലെ ചെറിയൊരു പീസ് ചക്ക നമ്മ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലേ, അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കഴിച്ചാലോ. അപ്പോൾ ഇതാ ഗൈസ് ചക്ക ചെറിയൊരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുമാരേട്ടനോട് ഞാൻ 2 ദിവസം മുന്നേ ഞാൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഒരു ചക്ക വാങ്ങിത്തരോ ഭയങ്കര ആശയമായിട്ട് ചെയ്യുന്നുണ്ടായിട്ടാ. അപ്പോൾ ഇനി അത് ചക്ക വരുന്നല്ലേ, ഇനി അത് കാറിലുണ്ട് ചക്ക വരുന്നുണ്ട്. അപ്പോൾ എന്താ അതിന് പഴഞ്ചൊല്ലോ അറിയാലോ നമ്മൾ. പഴഞ്ചൊല്ലിപ്പോൾ കിട്ടുന്നില്ല കേട്ടോ പറയാൻ. എന്തായാലും എനിക്ക് ആഴ്ച പോലെ തന്നെ ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സാധനം അങ്ങനെ അത്രയും ആഗ്രഹിക്കുമ്പോൾ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ സന്തോഷമല്ലേ അല്ലേ? അപ്പോൾ ഇനി ചക്കക്കുരു വേണമെങ്കിലും കറി വെക്കാം. അതിൽ കുറച്ച് കുരു ഉണ്ടാവുമല്ലോ എന്തായാലും ചക്കക്കുരു. ഈ ചമണി വെച്ചിട്ടുള്ള ഒരു പലഹാരം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ. ചക്ക മുറിക്കാനൊന്നും എനിക്കറിയില്ല, അതിൻ്റെ എക്സ്പേർട്ട് കുമാരേട്ടനാണ്. വെച്ചാൽ കുമാരേട്ടൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടംമാതിരി ചക്കയും മാങ്ങയൊക്കെ അല്ലേ അല്ലേ വീടാണ്. നമ്മൾ ഇടാനും ചക്കയൊന്നുമില്ല, മുറിച്ചിട്ടൊന്നും അറിയില്ല കേട്ടോ. പണ്ടുണ്ടായിനല്ലേ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പഴഞ്ചക്ക നമ്മളിവിടെ പിന്നെ പഴഞ്ചക്കയുമില്ല വരിക്കച്ചക്കയുമില്ല. നമുക്കിങ്ങനെ വാങ്ങിയിട്ടാണ്. ചെറുപ്പത്തിലെല്ലാം നമ്മൾ ചക്ക കഴിക്കൽ എങ്ങനെ പറഞ്ഞാൽ, നമ്മൾ വെക്കേഷൻ സമയത്ത് അമ്മേൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകുമല്ലോ. അപ്പോൾ വല്യമ്മ ഇങ്ങനെ മുറിച്ച് തരും. നമ്മളിങ്ങനെ കളിക്കുന്ന ടൈമിലെല്ലാം ഇങ്ങനെ വിളിച്ചിട്ട് ആ ചക്ക ഒന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ മുറിച്ച് തരും. പീസാക്കിയിട്ട് ഓരോരോ ആൾക്കാരുടെ കയ്യിൽ കൊടുക്കും. അത് ഇങ്ങനെ നല്ല രസമാണ്, ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചിട്ട് തരും. അങ്ങനെയല്ലാതെ നമ്മൾ ചക്ക ഒന്നുമല്ലേ ചെറുപ്പത്തിലെല്ലാം നിന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വലുതായിട്ട് തന്നെ ചക്കയെന്ന് തോന്നിട്ട് എല്ലാം മുറിച്ചിട്ട് ഈലത്തേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ചേ ഇല്ല കേട്ടോ, എന്നാലും നല്ല വലിയ ചോളയാണ് കേട്ടോ. അപ്പോൾ ഇത് കുമാരേട്ടൻ്റെ ഏച്ചി കൊണ്ടുതന്നെയാണ്. ഞാൻ ചമണി വെച്ചിട്ട് നമുക്ക് പലഹാരം ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ. ചക്ക ഒന്നറാ, നീ എന്തിനാ ചമണി ഒന്നോ എന്തേ അയ്യോ ഇതൊന്നും എന്താ ടേസ്റ്റ് ഇല്ലേ, നല്ല സ്വീറ്റ് ചക്കയാന്നല്ല വേണ. ഇവർക്ക് വലിയ ഇതൊന്നും പറ്റൂല കേട്ടോ. ഇവർ ചക്ക വറുത്തത് കഴിക്കും. ചക്ക കഴുത്തിൻ്റെ അടിയമ്പായി ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടാ. അതും സീറ്റ് തന്നെയാണ്. ഇതും നല്ല മധുരമുണ്ട്. പെണ്ണമ്മ ഫ്രിഡ്ജ് ഇറക്കുന്നുണ്ട്. ഈ മഴക്കാലത്ത് ഫ്രിഡ്ജിൽ നിന്നൊന്നും കുടിക്കാനൊന്നുമില്ല. എന്ത് മഴക്കാലത്താ തണുത്തതുകൊണ്ട് അവർക്ക് വേണ്ടേലും അവർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ. ചക്കയൊന്നും വേണ്ടെന്നാന്ന് പറയുന്നതാ. നല്ല മധുരമുണ്ട് കണ്ണ. മധുരമുണ്ട്. ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചക്ക തിന്നിട്ട് നമ്മൾ ചക്ക ഇതോടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.